സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയെന്ന് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് 825.71 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചു. പെൻഷൻ നൽകിയില്ലെന്ന KPCC അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ധനവകുപ്പ്. വിവരങ്ങളുമായി ബിന്നിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിന്നിൽ, KPCC അധ്യക്ഷന്റെ വാക്കുകളെ ആരോപണങ്ങൾക്ക് ധനകാര്യമന്ത്രി തന്നെ മറുപടിയുമായി എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇന്ന് രാവിലെയാണ് KPCC അധ്യക്ഷത്തിലും ഒരു ആരോപണം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ആ സമയത്ത് വലിയ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. KC വേണുഗോപാൽ പറഞ്ഞത് ഇത് കൈക്കൂലിയായി നൽകുന്നു, ഇത് മുടക്കിയ ശേഷം കൈക്കൂലി പോലെ ഒരുമിച്ച് നൽകുന്നെന്നാണ് അദ്ദേഹം ഉയർത്തിയ ആരോപണം. അത് വിവാദമാവുകയും പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്തായാലും ഈ മാസം 20-ാം തീയതി ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പക്ഷെ അത് നൽകിയില്ല എന്നാണ് KPCC അധ്യക്ഷൻ ഇന്ന് രാവിലെ ആരോപിച്ചത്. അതിന് മറുപടിയായാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ മാസം 20-ാം തീയതി തന്നെ ഈ തുക നൽകുന്നതിന് പണം അനുവദിച്ചതാണ്. അത് 820.71 കോടി രൂപയാണ് അനുവദിച്ചത്. അനുവദിക്കുക മാത്രമല്ല, ബാങ്കുകളിലേക്ക് അത് ലഭ്യമാക്കുകയും ചെയ്തു. ഇന്നു മുതൽ ഈ പെൻഷന്റെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിന്റെ സാങ്കേതികത്വം അറിയാതെയാണ് വിമർശിക്കുന്നതെന്നാണ് ധനകാര്യമന്ത്രി ഓഫീസ് പറയുന്നത്. ഈ മാസം ഒരു മാസത്തിന്റെ പകുതിക്ക് അടുപ്പിച്ചാണ് ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അങ്ങനെ സാങ്കേതികമായിട്ട് ഒരു വൈകലാണ്, അല്ലെങ്കിൽ ആ 20-ാം തീയതിക്ക് എത്തലാണോ ചെയ്യുന്നത്. അല്ലാതെ മനഃപൂർവ്വം വൈകിക്കുന്ന വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്ത സ്ഥിതി ഇല്ല എന്നാണ് വകുപ്പിന്റെ വിശദീകരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയെന്ന് ധനകാര്യമന്ത്രിയുടെ ഓഫീസ് 825.71 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ധനവകുപ്പ് പറയുന്നു. ബിന്നിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.